When you see this film, what you think is the budget of the film. I'm going to put a challenge out there. Your guess will be more than the actual budget. And that is Malayalam cinema. ലോക മലയാള ഫിലിം ഇൻഡസ്ട്രി ചെറിയ ബഡ്ജറ്റിൽ ഒരു അർബൻ ഫാന്റസി സിനിമ ചെയ്ത് വിജയിപ്പിക്കാമെന്ന് തെളിയിച്ചു വിത്ത് പ്രോപ്പർ റൈറ്റിംഗ്. ഈ സിനിമ ഇത്രയ്ക്കും എക്സ്ട്രാ ഓർഡിനറി ആയത് റൈറ്റേഴ്സ് നമ്മുടെ പുരാണ കഥയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. ഇല്ലാതിരുന്നെങ്കിൽ ഈ സിനിമ വെറുമൊരു ഹോളിവുഡ് ഇൻസ്പയർഡ് സൂപ്പർ ഹീറോ ഫാന്റസി മൂവിയായി ഒതുങ്ങിയേനെ. മുൻപ് മലയാളത്തിലെ ഫാന്റസി ആക്ഷൻ ഫിലിമായ യോദ്ധയുടെ സംവിധായകൻ സംഗീത് ശിവൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അവർ ആദ്യം ഈ സിനിമ നേപ്പാൾ കൾച്ചറുമായി ബന്ധപ്പെട്ട് റിംപോച്ചെ എന്ന അമാനുഷിക ശക്തികളുള്ള ഒരു കുട്ടിയെ ഒരു കൂട്ടം മന്ത്രവാദികൾ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് കഥ വികസിപ്പിച്ചത്. പിന്നീടാണ് അവർ ചിന്തിച്ചത്, ഇതിൽ നമ്മുടെ കഥ എവിടെ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറുമായി എന്താണ് ബന്ധം. അങ്ങനെ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയുമായി അവർ കണക്ട് ചെയ്തതുകൊണ്ടാണ് തൈപ്പറമ്പിൽ അശോകനെയും അരശുമൂട്ടിൽ അപ്പുക്കുട്ടനെയും നമ്മൾ ഇന്നും മറക്കാത്തത്. എന്തു തന്നെ ആയാലും മലയാള സിനിമയിലെ ഒരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഓൾറെഡി വരുന്ന ഭാഗങ്ങളിൽ മമ്മൂട്ടിയുണ്ട് എന്ന് ലോക ടീം തന്നെ പുറത്തുവിട്ടിരുന്നു. കൂടാതെ ദുൽഖറിൻ്റെയും ടൊവിനോയുടെയും ക്യാരക്ടർ പോസ്റ്റർ ഒഫീഷ്യലി റിലീസ് ചെയ്തതോടുകൂടി ഇനി വരാനിരിക്കുന്ന ചാപ്റ്റർ 2 ഒരു ഹൈ ബഡ്ജറ്റ് ആക്ഷൻ ഫിലിം ആയിരിക്കും.